എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഓണം സ്പെഷ്യൽ 5ാമത്തെ റെസിപ്പി അവിയലാണ് ഇന്നത്തെ വീഡിയോയിൽ. എങ്ങനെയാണ് അവിയൽ തയ്യാറാക്കുന്നതെന്ന് എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഇതാ അവിയൽ തയ്യാറാക്കാനായിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഒരു പാത്രം എടുത്ത് വയ്ക്കുക. അതിനകത്തേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഏത്തക്കായാണ്. ഏത്തക്കായ ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അച്ചിങ്ങ, നീളത്തിലാണ് എല്ലാം കട്ട് ചെയ്യേണ്ടത്. പിന്നെ എടുത്തിരിക്കുന്നത് പടവലങ്ങ ഞാൻ ഒരെണ്ണത്തിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. ക്യാരറ്റാണ് ചേർത്ത് കൊടുത്തത്, 2 എണ്ണം. ചെറിയ ക്യാരറ്റ് ആയതുകൊണ്ട് 2 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് മുരിങ്ങക്കായ ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളക് 2 എണ്ണം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകായിരുന്നു, 2 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ 1-2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് പൊടികൾ നമ്മൾ ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി പച്ചമുളകാണ് നമ്മൾ കൂടുതലും അവിയലിന് ഉപയോഗിക്കുക. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. 1-2 മിനിറ്റ് എടുത്തിട്ട് നന്നായിട്ട് തന്നെ നമ്മളിതൊന്ന് യോജിപ്പിക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറന്നു പോരുത്. ഓണവിഭവങ്ങൾ കുറച്ച് റെസിപ്പീസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാത്തിൻ്റെയും ലിങ്ക് കൊടുത്തേക്കാം. അവിയലിന് നമ്മൾക്ക് എന്ത് കഷ്ണം വേണമെങ്കിലും എടുക്കാം കേട്ടോ. ചേന എടുക്കാം, കുമ്പളങ്ങ എടുക്കാം. ഇപ്പോൾ വളരെ കുറച്ച് കഷ്ണങ്ങൾ വെച്ചിട്ടാണ് ഞാനിന്ന് അവിയൽ തയ്യാറാക്കി എടുക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിനെ 1/2 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അരമണിക്കൂർ ഇരുന്ന് കഴിയുമ്പോഴാണ് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ നമ്മുടെ കഷ്ണത്തിലേക്ക് നന്നായിട്ട് പിടിക്കുക. ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾക്ക് അവിയൽ തയ്യാറാക്കി എടുക്കാം. സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഞാൻ ആ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നമ്മൾ വെളിച്ചെണ്ണ ചേർത്തത് കൊണ്ട് ഇത് അടിയിലൊന്നും പിടിക്കില്ല. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കുക. തിളപ്പിച്ച് ആറിയ വെള്ളമാണ് കൊടുക്കുന്നത്. ഒരുപാട് വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓരോ നാട്ടിലും സദ്യകളുടെ വിഭവങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. അപ്പോൾ നമ്മളിവിടെ തയ്യാറാക്കുന്ന അവിയൽ കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്ന അവിയലാണ്. ചില സ്ഥലത്ത് കുഴഞ്ഞിരിക്കുന്ന രൂപത്തിലായിരിക്കും എടുക്കാറുള്ളത്. ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഈ സമയത്ത് നമ്മൾ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പിന്നെ ചില സ്ഥലങ്ങളിൽ മഞ്ഞൾപ്പൊടി ചേർക്കാറില്ല, വെളുത്താണ് അവിയൽ ഇരിക്കാറുള്ളത്. അതൊക്കെ ഓരോ നാട്ടിൻ്റെ പ്രത്യേകത അനുസരിച്ചും സദ്യയിലെ വിഭവങ്ങൾക്കും പ്രത്യേകതകൾ ഉണ്ടാവും. ഇനി ഇതാ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പം ഒന്ന് സിമ്മിലിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് അവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാർ എടുക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് നാളികേരം ചേർത്ത് കൊടുക്കുക. അവിയലിന് അത്യാവശ്യം നന്നായിട്ട് തന്നെ നാളികേരം ചേർത്ത് കൊടുക്കണം, എങ്കിലാണ് ടേസ്റ്റ് കിട്ടുള്ളൂ. അരമുറിയിലും കുറച്ച് താഴെയായിട്ട് നാളികേരം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും അതുപോലെ തന്നെ ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. അരച്ചെടുക്കരുത്, വെള്ളം ഒട്ടും തന്നെ ചേർത്ത് കൊടുക്കരുത്, ചതച്ച് തന്നെ എടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലായിരിക്കണം ചതച്ചെടുക്കേണ്ടത്. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. ഇതാ ഇങ്ങനെ വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ വേവാൻ വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ വെന്തോന്ന് ഒന്ന് തുറന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെന്തങ്ങട് കുഴഞ്ഞു പോകരുത്. ഈ ഒരു രീതിയിലായിരിക്കണം നമ്മൾക്ക് അവിയലിൻ്റെ കഷ്ണങ്ങൾ കിട്ടേണ്ടത്. ഇനി ഈ സമയത്ത് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പുളിയാണ്. അപ്പോൾ വാളംപുളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി തൈര് വേണിച്ചാൽ ആവാട്ടോ. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. എന്നിട്ടത് പിഴിഞ്ഞൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു ജ്യൂസ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. പുളി ചേർത്ത് കൊടുത്തിട്ട് ഇനി നമ്മൾ തവി ഇട്ടിട്ട് ഇളക്കുകയൊന്നും ചെയ്യരുത്. അതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. 1-2 മിനിറ്റ് കേട്ടോ, അത്രയും മതി. നമ്മുടെ കഷ്ണത്തിലേക്ക് ആ പുളി ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 2 മിനിറ്റ് ഞാൻ നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ നമ്മുടെ കഷ്ണത്തിലേക്ക് നന്നായിട്ട് പുളി വന്നിട്ടുണ്ട്. പിന്നെ ആ ഒരു വെള്ളമയം അതവിടെ ഇരുന്നോട്ടെ കേട്ടോ. ഒരുപാട് അങ്ങോട്ട് വറ്റിച്ചെടുക്കരുത്. ചെറുതായിട്ട് വെള്ളം അതിനകത്ത് ഉണ്ടാവണം. ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അതിനുശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന നാളികേരം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നാളികേരവും കൂടി അതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ അവിയൽ തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇനി
നാളികേരം ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ആ വെള്ളമയം അവിടെ കുറച്ച് വേണം. കാരണം എന്താ വെച്ചാൽ നാളികേരം ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് ആ നാളികേരത്തിൻ്റെ പച്ച ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്, ഒരു 2-3 മിനിറ്റ്. അപ്പോൾ ആ സമയം മുമ്പേക്കും അല്പം വെള്ളമയം ഉണ്ടെങ്കിൽ മാത്രമാണ് അടി പിടിക്കാതിരിക്കുകയുള്ളൂ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും അത് കറക്റ്റായിട്ട് വന്നോളൂ കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു വിഭവമാണ് കേട്ടോ ഈ അവിയൽ. ഇനി നമ്മൾ ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക, കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കുക. തീ നന്നായിട്ട് കുറച്ച് വെക്കണം, വെള്ളമൊന്നും അധികം ഇല്ല ഇതിനകത്ത്. ഇടയ്ക്ക് നമ്മൾ തുറന്ന് നോക്കിയിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ 1-2 പ്രാവശ്യം ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാ നമ്മുടെ അവിയൽ ഇവിടെ കറക്റ്റ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ കുഴഞ്ഞിരിക്കുന്ന അവിയലല്ല, ഒരു 2-3 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പം ഇതൊന്ന് ഡ്രൈ ആയിട്ട് വരും കേട്ടോ. ഇനി നമ്മളിതാ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. അവിയലിലേക്ക് നമ്മൾ സാധാരണ വറുത്തിടാറൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 1-2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. സ്റ്റൗ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുക. അതെന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ, എന്നിട്ട് വേണം നമ്മൾ വാങ്ങി വയ്ക്കാനായിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഓണം സ്പെഷ്യൽ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്, അവിയൽ. ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് പറയണം കേട്ടോ. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും ആരും മറന്നു പോവല്ലേ. മറ്റൊരു ഓണം വിഭവവുമായിട്ട് നാളെ കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.